ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലത്തിലെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദികർക്ക് നൽകുന്ന ഒരു സന്ദേശത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഓർമ്മകളിലാണ് സ്നേഹം വളരുക. ലവ് ഗ്രോസ് ഇൻ മെമ്മറീസ്, ലവ് നറിഷ്ഡ് ബൈ മെമ്മറീസ്. ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായ വൈദിക ജീവിതം നയിക്കാൻ സാധിക്കുക എന്ന് വൈദികരെ അന്ന് ഉദ്ബോധിപ്പിച്ചു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു പറയുന്നുണ്ട്, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കുവാനല്ല, മറിച്ച് തൻ്റെ പുത്രൻ വഴി ലോകത്തെ രക്ഷിക്കുവാനാണ്. ആ ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞ് ജീവിക്കുമ്പോഴാണ് ഈ നോമ്പുകാലം അതിൻ്റെതായ മഹത്വത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക. ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന നിന്റെ കർത്താവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ ഒന്നാമത്തെ കൽപ്പനയിലേക്ക് നമ്മളെ പ്രാപ്തരാക്കുന്ന മറ്റൊരു കൽപ്പനയുണ്ട്. അതിപ്രകാരമാണ്: അല്ലയോ ഇസ്രായേലെ, ശ്രവിച്ചാലും എന്ന്. ക്ഷമ അദോനായി. ഇവിടെ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുക എന്നർത്ഥമാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന കാലത്ത് ദൈവം അവർക്ക് നൽകിയ നന്മകളെ ഓർക്കുക. എപ്രകാരമാണ് അത്ഭുതകരമാംവിധം ഇസ്രായേൽ ജനത്തിനെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചതെന്ന് അവർ ഓർക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഓർമ്മകളിലാണ് എപ്പോഴും സ്നേഹം വളരുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു പറയുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന്. ഇത് കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള സൂചനകളാണ്. യേശുനാഥൻ ദിവ്യബലി സ്ഥാപിക്കുമ്പോൾ ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുന്നു. ദിവ്യബലിയുടെ മഹത്വം നമ്മൾക്ക് മനസ്സിലാവുക കുരിശിലാണ്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവിടുന്ന് കുരിശിൽ തൂക്കപ്പെടുമ്പോൾ, നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ യേശു പറഞ്ഞ വാചകം അവിടെ അന്വർത്ഥമാവുകയാണ്. ഇപ്രകാരം ദൈവസ്നേഹത്തിൻ്റെ മഹത്വം വിവരിക്കുന്ന കുരിശിലേക്ക് നമ്മൾ നോക്കുവാനും ആ ഓർമ്മകളിൽ കണ്ണുനീരോടുകൂടി യേശുവിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരുവാനുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ആഹ്വാനം ചെയ്യുക. മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ എന്ന് പറയുമ്പോൾ 2 സൂചനകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. സംഖ്യാപുസ്തകത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരായി തിന്മ ചെയ്യുമ്പോൾ ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അയച്ച് അവരെ ശിക്ഷിക്കുന്നുണ്ട്. സർപ്പത്തിൻ്റെ ദംശനമേറ്റവർ മരിക്കുന്നു. ഇപ്രകാരം അനേകം ഇസ്രായേൽ ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ ഇസ്രായേൽ ജനം മനസ്സ് തിരിഞ്ഞ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. അപ്പോൾ കർത്താവ് മോശയോട് പറയുന്നുണ്ട്, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി നീ മരുഭൂമിയിൽ നാട്ടുക എന്ന്. അതിനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇപ്രകാരം നമ്മുടെ തിന്മകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ്റെ മഹത്വീകരണത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ യേശുവിൻ്റെ മഹത്വീകരണം എന്ന് പറയുന്നത് അത് അവിടുത്തെ കുരിശിലുള്ള മരണമാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരണം വരിച്ചു. നമ്മുടെ നീതീകരണത്തിന് വേണ്ടി പിതാവായ ദൈവം അവിടുത്തെ ഉയർപ്പിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഇപ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മഹത്വീകൃതനായ യേശുവിൻ്റെ കുരിശുമരണത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ആ മഹത്വത്തിലേക്ക് നടന്നെടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശുവും നിക്കോദേമോസും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. നിക്കോദേമോസ് രാത്രിയിലാണ് യേശുവിനെ സന്ദർശിക്കാൻ പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇരുട്ട് എന്ന് പറയുന്നത് എപ്പോഴും അജ്ഞതയുടെയും ദൈവ തിരസ്കരണത്തിൻ്റെയും പദങ്ങളായിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിക്കോദേമോസ് രാത്രിയിൽ യേശുവിനെ സന്ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട രാത്രികളെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളിൽ, നമ്മുടെ ജീവിതപാതയുടെ തകർച്ചകളിലൊക്കെ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ നമുക്കാകട്ടെ. ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് സുവിശേഷത്തിൽ പറയുക.
ആ ദൈവസ്നേഹാനുഭവത്തിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഇരുളടഞ്ഞ ജീവിതപാതയിൽ കർത്താവിൻ്റെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാനും അവിടുത്തെ ആശ്രയക്ഷണത്തിന് നമ്മൾ അർഹരായി തീരുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം അനുഭവിക്കുന്ന വ്യക്തികളായി തീരണം എന്ന ഒരു സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുക. ഈ നോമ്പുകാലത്ത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നടന്നെടുക്കുവാൻ നമ്മൾക്കാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി കടന്നു വരുന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകത ലവ് ഫസ്റ്റ് എന്നുള്ളതാണ്. സ്നേഹിക്കുക. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം അടങ്ങിയിരിക്കുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മളെ സ്നേഹിക്കുകയും തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നമ്മുടെ രക്ഷയ്ക്കായി അയക്കുകയും ചെയ്തു എന്നതിലാണ് ദൈവത്തിൻ്റെ സ്നേഹമിരിക്കുന്നത്. നമ്മുടേതായ യാതൊരു യോഗ്യതയും പരിഗണിക്കാതെ, നമ്മുടേതായ ഒരു തെറ്റും പരിഗണിക്കാതെ കർത്താവ് അനന്തമായി നമ്മളെ സ്നേഹിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലവ് ബൈ ഗിവിങ് ലൈഫ്, ജീവിതം കൊടുത്തുകൊണ്ട് സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുരിശിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കുന്നത്. കുരിശിലേക്ക് നോക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴമാണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുക. എപ്രകാരമാണ് യേശു നമ്മൾക്ക് വേണ്ടി സഹിച്ചത്, അവഹേളനങ്ങൾ സഹിച്ചത്, മറ്റുള്ളവരുടെ മർദ്ദനങ്ങൾ ഏറ്റെടുത്തത്. ഇപ്രകാരം അവഹേളനത്തിലൂടെയും വേദനയിലൂടെയും ഒക്കെ കർത്താവ് തൻ്റെ സ്നേഹം പ്രകടമാക്കുകയാണ്. കുരിശിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ വലിയ പ്രത്യേകത ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ മാതൃക അത് ദൈവസ്നേഹത്തിൻ്റെ മാതൃകയാണ്. ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലവ് ഇൻ സർവീസ് എന്നുള്ളതാണ്. പരിശുദ്ധ കുർബാന സ്ഥാപനം അത് സേവനത്തിൻ്റെ സ്ഥാപനമായിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. നമ്മൾ കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവിടുന്ന് എപ്രകാരമാണ് അന്ത്യത്താഴ സമയത്ത് തൻ്റെ ശിഷ്യന്മാരെ പരിചരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം സർവീസിൻ്റെ ഒരു മനോഭാവത്തിലേക്ക് നടന്നെടുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഞായറാഴ്ച നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും കണ്ണുനീരൊഴുക്കുവാനും കർത്താവിൻ്റെ പാതയിലേക്ക് സ്നേഹത്തിലേക്ക് നടന്നെടുക്കുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.